സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും ക്രൂരമായിട്ടാണ് പോലീസ് മർദ്ദിച്ചിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിക്കും ജില്ലാ പ്രസിഡന്റ് ഷജീറിനുമെല്ലാം തലയ്ക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. നിരവധി ചെറുപ്പക്കാരുടെ കൈയും ആണ് ഒടിഞ്ഞിരിക്കുന്നത്. ക്രൂരമായ മർദ്ദനമാണ് അയച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസ് വാഹനത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെയും ക്രൂരമായി മർദ്ദിച്ചു. അദ്ദേഹത്തിന്റെ കാല് പോലീസുകാർ ബൂട്ട്സിട്ടാണ് ചവിട്ടിയത്, ചെരുപ്പില്ലാതിരുന്ന കാലില്. ക്രൂരമായിട്ടാണ് മർദ്ദനം നടന്നിരിക്കുന്നത്. ഈ മർദ്ദനത്തിന് നേതൃത്വം കൊടുത്തത് കന്റോൺമെന്റിലെ ഒരു SI പഴയ ഡിവൈഎഫ്ഐക്കാരൊരു ജിജുവാണ്. കാരണം CPM നേതാക്കന്മാർക്കെതിരായി ആരോപണം ഉന്നയിച്ചതിന്റെ പ്രതികാരമാണ് കുട്ടികളെ അടിച്ചു തീർക്കുന്നത്. ക്രൂരമായ മർദ്ദനമാണ് ഉണ്ടായിരിക്കുന്നത്. നവകേരള സദസ്സിന് എതിരായി പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച അതേ രീതിയിൽ തന്നെ ഇപ്പോ യൂത്ത് കോൺഗ്രസുകാരെ വീണ്ടും മർദ്ദിക്കുകയാണ്. ഈ ജിജു എന്ന് പറയുന്ന SI മ്യൂസിയം SI ആയിരിക്കുമ്പോഴാണ് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് ഡിവൈഎഫ്ഐക്കാർ കടന്നു കയറി അവിടെ അക്രമം ഉണ്ടാക്കിയിട്ട് അവർക്ക് ജാമ്യത്തിൽ കേസ് വിട്ടുകൊടുത്തത്. അപ്പൊ ഇത്തരം ആളുകളുടെ നേതൃത്വത്തിൽ പാർട്ടിക്കാരായ പോലീസുകാരെ വെച്ചുകൊണ്ട് ആണ് പിണറായി വിജയൻ സമരങ്ങളെ നേരിടുന്നത്. സമരങ്ങളെ ഇതുപോലെ അടിച്ചമർത്താൻ പറ്റില്ല എന്ന നവകേരള സദസ്സിന്റെ കാലത്ത് ബോധ്യപ്പെട്ടതാണ്. കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ സമരം ചെയ്യുന്ന ചെറുപ്പക്കാരുടെ കൂടെ ആയിരുന്നു. അപ്പൊ സമരം ചെയ്യുന്ന ആളുകളെ അടിച്ചമർത്തി ഇനി മുന്നോട്ട് പോകാമെന്നാണ് കരുതുന്നതെങ്കിൽ കേരളം മുഴുവൻ ആളിക്കത്തുന്ന സമര പരമ്പരകൾ ഉണ്ടാകും എന്ന് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് പറ്റിയിരിക്കുന്ന നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന നിങ്ങളുടെ ഈ കറുത്ത പാട് നിങ്ങൾക്ക് മായ്ച്ചു കളയാൻ കഴിയില്ല. നിങ്ങൾ മാഫിയകളെ സംരക്ഷിക്കുകയാണ്. ഈ നാട്ടിൽ മുഴുവൻ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുനിൽക്കുന്ന കൊലപാതകം, സ്വർണ്ണക്കള്ളക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ, കൈക്കൂലി, അഴിമതി തുടങ്ങിയ കാര്യങ്ങൾക്ക് നിങ്ങളുടെ ഓഫീസ് തന്നെയാണ് നേരിട്ട് എല്ലാ കാര്യങ്ങളും നേരിട്ടാണ് ചെയ്യുന്നത്. CBI അന്വേഷണം നടത്തണം എന്ന് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ട് പോലും കോഴിക്കോടത്തെ മാമിയുടെ കൊലപാതകത്തിൽ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യാൻ സർക്കാർ തയ്യാറാവുന്നില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് CBI അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. സർക്കാർ ധൈര്യമുണ്ടെങ്കിൽ ഈ കൊലപാതകവുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ കൊലപാതകമാണ് ഇതെന്ന് ഭരണകക്ഷി MLA തന്നെ വെളിപ്പെടുത്തിയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഒന്നും ഒളിച്ചു വയ്ക്കാനില്ലെങ്കിൽ ഞാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നു. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അപ്പൊ നിങ്ങൾ ഭയപ്പെടുന്നുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വരെ CBIക്ക് കൊടുക്കണം ഈ കേസ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ കോടതിയിൽ പോയിട്ട് പോലും ഇപ്പോഴും ആ കേസ് ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമം നടക്കുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് ആരോപണമാണ് വീണ്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ വന്നിരിക്കുന്നത്. മാത്രമല്ല BJPയുമായിട്ടുള്ള ബാന്ധവം, അവിഹിത ബാന്ധവം, സെൻട്രൽ ഏജൻസികളുടെ അന്വേഷണത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും BJPയുമായിട്ടുള്ള അവരെ തൃശൂരിൽ ജയിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ആരോപിച്ചതുപോലെ തൃശൂർ പൂരം അടിച്ച് കലക്കി, തൃശൂർ പൂരം കലക്കി ഹൈന്ദവ വികാരമുണ്ടാക്കി BJPയെ ജയിപ്പിക്കാനുള്ള അന്തരീക്ഷം അവരുണ്ടാക്കി കൊടുത്തു. BJP ഒരു കാര്യം അറിയണം, ജനങ്ങളിപ്പോ തിരിച്ചറിയണം, അവര് ഹിന്ദുക്കളുടെ സംരക്ഷകരല്ല. ഉത്സവം അടിച്ചുപൊളിച്ചും CPMവുമായിട്ട് ബന്ധമുണ്ടാക്കിയും എങ്ങനെയെങ്കിലും തെരഞ്ഞെടുപ്പ് ജയിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന, തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ഈ ഹിന്ദു വികാരം ഉണ്ടാക്കാൻ നിന്നുകൊടുത്ത ആളുകളാണ് BJPക്കാർ. ന്യൂനപക്ഷ സംരക്ഷകരായി ചമയുന്ന CPM BJPയുമായി ചേർന്ന് തൃശൂർ പൂരം അടിച്ചു കലക്കി തൃശൂരിൽ BJPയെ ജയിപ്പിക്കാൻ അന്തരീക്ഷം ഉണ്ടാക്കി കൊടുത്ത ആളുകളാണ്. ഈനാമ്പച്ചിയും മരപ്പട്ടിയും കൂട്ടെന്ന് പറയുന്നത് പോലെ ഇവര് തമ്മിൽ ഒരുമിച്ച് കൂടിക്കൊണ്ടാണ് എല്ലാം ചെയ്യുന്നത്. ഇതൊരാളും നിഷേധിച്ചിട്ടില്ല. ഇന്നലെ RSSന്റെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഒസബലെ അഡീഷണൽ DGP MR അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സന്ദർശിച്ചു എന്ന് ഞാനാണ് ആരോപണം ഉന്നയിച്ചത്. ഇതുവരെ ഒരാളും നിഷേധിച്ചില്ല. ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ ഒരു തൃശൂരിലുള്ള BJP നേതാവ് പറഞ്ഞത് RSS നേതാക്കൾ എല്ലാവരെയും കാണുമെന്ന്. നിഷേധിക്കുകയല്ല ചെയ്യും. മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ അഡീഷണൽ DGPയുടെ ഭാഗത്ത് ആരും ഒരു കാര്യം ഇതുവരെ നിഷേധിച്ചില്ല, നിഷേധിക്കാൻ കഴിയില്ല. അപ്പൊ ചോദ്യം നിൽക്കുന്നു, എന്തിനാണ് മുഖ്യമന്ത്രി ഈ അജിത് കുമാറിനെ
ഈ RSS ജനറൽ സെക്രട്ടറിയെ കാണാൻ പറഞ്ഞു വിട്ടത്. തൃശൂർ ജയിപ്പിച്ചോളാം, സഹായിക്കാം എന്ന അഷുറൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അജിത് കുമാർ പോയത്. അതിന്റെ തുടർച്ചയായിട്ടാണ് അജിത് കുമാറിന്റെ തന്നെ സാന്നിധ്യത്തിൽ തൃശൂർ പൂരം അടിച്ച് ഇവർ കലക്കിയത്. അപ്പൊ ജയിക്കാൻ വേണ്ടി എന്ത് നടപടിയും, കേസിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തും ചെയ്യാൻ മടിക്കാത്ത രണ്ട് കൂട്ടരായിട്ട് ഇവർ മാറി. ഇവർ ഒരുമിച്ചാണ് ഇവരുടെ യാത്ര. ഇവര് ഭൂരിപക്ഷത്തെയും ഒരു വിഭാഗവും ന്യൂനപക്ഷങ്ങളെ മറ്റൊരു വിഭാഗവും കബളിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ. അത് കേരളത്തിലെ ജനങ്ങൾ അത് തിരിച്ചറിയുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഗവൺമെന്റ് എന്താണ് പ്രവർത്തിക്കുന്നത്? ഓണക്കാലമാണ്, ഓണച്ചന്തകൾ തുടങ്ങുകയാണ്. ചരിത്രത്തിൽ കേട്ട് കഴിയുന്നുണ്ട്, ഓണച്ചന്ത തുടങ്ങുമ്പോൾ സാധനങ്ങളുടെ വില കൂട്ടിയേക്കും. എന്തിനാ ഓണച്ചന്ത തുടങ്ങുന്നത്? ഓണക്കാലത്ത് ഫെസ്റ്റിവൽ സീസണിൽ മാർക്കറ്റിൽ വിലക്കയറ്റം ഉണ്ടാവും. ആ വിലക്കയറ്റം തടയാൻ മാർക്കറ്റിൽ ഇന്റർവെൻഷൻ നടത്തുകയാണ് സപ്ലൈകോ ഓണച്ചന്തകൾ തുടങ്ങിയിട്ട്. അപ്പൊ മാർക്കറ്റിൽ വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഓണച്ചന്ത തുടങ്ങുന്ന സർക്കാർ വില എല്ലാ നിത്യോപയോഗ സാധനങ്ങളുടെ എസൻഷ്യൽ കമ്മോഡിറ്റീസിന്റെ വില ഉയർത്തിക്കൊണ്ട് ഓണച്ചന്ത തുടങ്ങുന്നത് കേരളത്തിൽ ആദ്യമാണ്. മന്ത്രി പറഞ്ഞത് എന്താ? വിലയുടെ കാര്യം നോക്കണ്ട, സാധനം കിട്ടിയാന്ന് നോക്കിയാൽ മതി. വിചിത്രമായ വാദമാണ്. വില നോക്കണ്ട, വില കുറച്ചിട്ടാണ് വിൽക്കേണ്ടത്. അപ്പോഴാണ് മാർക്കറ്റിൽ കൃത്രിമമായ വിലക്കയറ്റം ഉണ്ടാകാതിരിക്കുകയുള്ളൂ. ഫെസ്റ്റിവൽ സീസണിൽ കൃത്രിമമായ വിലക്കയറ്റം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാർക്കറ്റിൽ ഇന്റർവ്യൂ ചെയ്യുന്നത്. വില കൂട്ടിക്കൊണ്ട് മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തുന്ന ഇതുപോലത്തെ സർക്കാരിനെ ഈ കേരളം ഇതുവരെ കണ്ടിട്ടുണ്ട്. എന്തൊരു ദയനീയമായ സ്ഥിതിയാണ് ഈ സംസ്ഥാനത്തുള്ളത്. എന്നിട്ട് കേരളത്തിലെ ഓണച്ചന്തകളിൽ എത്ര സ്ഥലത്ത് ഈ 13 എസൻഷ്യൽ കമ്മോഡിറ്റി ഉണ്ട്? 1000 വി.ഡി. സതീശൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അതിക്രൂരമായാണ് പോലീസ് മർദ്ദിച്ചത്. പാർട്ടിക്കാരായിട്ടുള്ള പോലീസുകാരെ വെച്ച് സമരത്തെ അടിച്ചമർത്താമെന്ന് സർക്കാർ വിചാരിക്കേണ്ട, കൂടുതൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്.